ഹലോ, വെൽക്കം ടു ട്രെയിൻ യുവർ തോട്ട്. അപ്പൊ നമ്മള് സ്വരാക്ഷരങ്ങൾ പഠിച്ചതിന് ശേഷം വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങിയിരുന്നു. ഏതൊക്കെ വ്യഞ്ജനാക്ഷരങ്ങളായിരുന്നു നമ്മൾ ഇതുവരെ പഠിച്ചത്? ക, ഖ, ഗ, ഘ, ങ, ച, ഛ, ജ, ഝ, ഞ, ട, ഠ, ഡ, ഢ, ണ, ത, ഥ, ദ, ധ, ന, പ, ഫ, ബ, ഭ, മ, യ, ര. അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് പുതിയൊരു വ്യഞ്ജനാക്ഷരമാണ് പഠിക്കാൻ പോകുന്നത്. ഈ വ്യഞ്ജനാക്ഷരത്തിന്റെ പേരെന്താണെന്നറിയോ? ഈ വ്യഞ്ജനാക്ഷരത്തിന്റെ പേരാണ് ല. എന്താണ് പറയൂ? ഈ വ്യഞ്ജനാക്ഷരത്തിന്റെ പേരാണ് ല. ല, ല, ല. അപ്പൊ നമ്മള് ഇപ്പൊ പഠിച്ച ല എന്നുള്ള വ്യഞ്ജനാക്ഷരം ഈ ചിത്രത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് ഒളിച്ചിരിക്കുന്നുണ്ട്. എവിടേക്കാണ്? തൊട്ട് കാണിക്കൂ. ഇതാ ല. ഇനി എവിടെയുള്ളത്? ഇതാ ല. ഇനിയോ? ഇവിടെ ഉണ്ടല്ലേ ല. ഇനി എവിടെയുള്ളത്? ഇതാ ല. ഇനിയോ? ഇതാ ല. അപ്പൊ നമ്മള് ഈ ചിത്രത്തിലുള്ള എല്ലാ ല എന്നുള്ള അക്ഷരം കണ്ടുപിടിച്ചു. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് അക്ഷരങ്ങൾ കാണാനില്ലേ? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇതിലുള്ള ല എന്നുള്ള അക്ഷരം മാത്രം തൊട്ട് കാണിക്കണം. എവിടേക്കാണ്? പറയൂ. ഇതാ ല. ഇനി എവിടെയുള്ളത്? ഇതാ ല. ല, 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 ല. അപ്പൊ നമ്മള് ഇവിടെയുള്ള എല്ലാ ല എന്നുള്ള അക്ഷരം കണ്ടുപിടിച്ചു. ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് എന്താ കാണാനുള്ളത്? കുറെ ചീസ് പീസുകൾ ഉണ്ടല്ലേ? ഓരോ ചീസ് പീസിലും എന്താണ് എഴുതിയിട്ടുള്ളത്? ഓരോ മലയാളം അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതാരാണ്? ആരാണ്? ജെറി അല്ലെ? ജെറിക്ക് ചീസ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ജെറിക്ക് ഇപ്പൊ ഇതിലുള്ള ല എന്നുള്ള അക്ഷരം എഴുതിയിട്ടുള്ള ചീസ് പീസ് മാത്രം മതി. അപ്പോ ല എന്നുള്ള അക്ഷരം എഴുതിയിട്ടുള്ള ചീസ് പീസ് കണ്ടുപിടിക്കാൻ നമുക്ക് ജെറിയെ ഹെൽപ്പ് ചെയ്യാം. എവിടെയാണ് ല എന്നുള്ള അക്ഷരം എഴുതിയിട്ടുള്ള ചീസ് പീസ്? തൊട്ട് കാണിച്ചു കൊടുക്കൂ. ഇതാ. നമ്മൾ തൊട്ട് കാണിച്ചു കൊടുത്തു. ജെറി ഓടി വന്ന് ആ ചീസ് പീസ് കഴിച്ചു. ഇനി എവിടെയാണ് ല എന്നുള്ള അക്ഷരം എഴുതിയിട്ടുള്ള ചീസ് പീസ്? ഇതാ. അതും ജെറി വന്ന് കഴിച്ചു. ഇനി എവിടെയാണുള്ളത്? ഇതാ. അത് നമ്മൾ കാണിച്ചു കൊടുത്തു. അതും ജെറി വന്ന് കഴിച്ചു. അപ്പൊ നമ്മള് ജെറിക്ക് ല എന്നുള്ള അക്ഷരം എഴുതിയിട്ടുള്ള എല്ലാ ചീസ് പീസും കാണിച്ചു കൊടുത്തു അല്ലേ? അപ്പൊ ഇനി എവിടെ ല എന്നുള്ള അക്ഷരം കണ്ടാലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റില്ലേ? പറ്റുമല്ലേ? വെരി ഗുഡ്. അപ്പൊ നമുക്കറിയാം ഈ അക്ഷരത്തിന്റെ പേര് ല എന്നാണ് എന്ന് അല്ലെ? അപ്പൊ ഇനി നമുക്ക് ല എന്നുള്ള അക്ഷരം വരുന്ന കുറച്ച് വാക്കുകൾ നോക്കാം. ഇതെന്താണ്? എന്താണ് അറിയോ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? കഴിച്ചിട്ടുണ്ടാവുമല്ലോ. എന്താണ് ഇതിന്റെ പേര്? ലഡു. എന്താണ്? ലഡു. ലഡു ഒരു മധുര പലഹാരമാണ് അല്ലേ? നല്ല മധുരമാണ് ലഡുവിന്. എന്താണ് ഇതിന്റെ പേര്? ലഡു. ലഡുവിന്റെ ആദ്യത്തെ അക്ഷരം കണ്ടോ? ല എന്നാണ്. കണ്ടോ? എന്താണ്? ലഡു. ഇനി ഇതെന്താണെന്നറിയോ? എന്താണ്? തല. എവിടെ നിങ്ങളുടെ തല? നിങ്ങൾ തലയൊന്ന് തൊട്ടേ. തല, ഹെഡ് അല്ലെ? നമ്മൾ ബോഡി പാർട്സ് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. എല്ലാവരും ബോഡി പാർട്സിന്റെ വീഡിയോ കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അത് കാണണം കേട്ടോ. എന്നിട്ട് പഠിക്കണം ബോഡി പാർട്സ് ഏതൊക്കെയാന്നുള്ളത്. അപ്പൊ എന്താണിത്? ഹെഡ്. ഹെഡിന് എന്താണ് നമ്മൾ മലയാളത്തിൽ പറയാ? തല. തലയിൽ നിങ്ങൾ കണ്ടോ? ല എന്നുള്ള അക്ഷരം രണ്ടാമതാണ് വരുന്നത്. കണ്ടോ? ത, ല. ത എന്നുള്ള അക്ഷരം പഠിച്ചതാണ് അല്ലെ? ത കഴിഞ്ഞിട്ട് ല എന്നുള്ള അക്ഷരം വന്നു. തല. ഇനി ഇതെന്താണ്? എന്താണ്? നെറ്റാണ്. നെറ്റിന് മലയാളത്തിൽ എന്താ പറയാ? വല. പറയൂ. വല. വ, ല. വല. ഇവിടെയും ല എന്നുള്ള അക്ഷരം രണ്ടാമതാണ് വന്നിരിക്കുന്നത്. ഇനി ഇതെന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്താണ്? മല. മ എന്നുള്ള അക്ഷരം പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് മല. അപ്പൊ ഇവിടെയും ല എന്നുള്ള അക്ഷരം രണ്ടാമതാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ല എന്നുള്ള അക്ഷരം വരുന്ന 4 വാക്കുകൾ പഠിച്ചു.
ലഡു, മല, തല, വല. ലഡു എന്നുള്ള വാക്കിൽ ല ആദ്യമാണ് വരുന്നതെങ്കിൽ മല എന്നുള്ള വാക്കിലും തല എന്നുള്ള വാക്കിലും വല എന്നുള്ള വാക്കിലും ല എന്നുള്ള അക്ഷരം രണ്ടാമതാണ് വരുന്നത്. കണ്ടോ? അപ്പൊ ഇനി നമുക്ക് ല എന്നുള്ള അക്ഷരം എങ്ങനെയാണ് എഴുതാന്ന് നോക്കാം. ആദ്യം നമ്മളൊരു സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കണം. ആ സ്ലീപ്പിംഗ് ലൈനിന്റെ അറ്റത്ത് നിന്ന് നമ്മളൊരു അപ്പ് കേർവ് ഇങ്ങനെ വരച്ചു കൊണ്ടുവന്ന് ആ അപ്പ് കേർവിന്റെ അറ്റത്ത് നിന്ന് ഒരു സ്റ്റാൻഡിംഗ് ലൈൻ ഇങ്ങനെ താഴേക്ക് കൊണ്ടുവന്ന് ആ സ്റ്റാൻഡിംഗ് ലൈനിന്റെ അറ്റത്ത് നിന്ന് ഒരു സ്ലീപ്പിംഗ് ലൈൻ ഇങ്ങനെ വരയ്ക്കണം. ആ സ്ലീപ്പിംഗ് ലൈനിന്റെ അറ്റത്ത് നിന്ന് നമ്മൾ എന്ത് വരയ്ക്കണം? ഒരു സ്റ്റാൻഡിംഗ് ലൈൻ ഇങ്ങനെ മുകളിലേക്ക് വരയ്ക്കണം. അപ്പൊ എന്തായി? ല എന്നുള്ള അക്ഷരമായി. നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? ല എന്നുള്ള അക്ഷരം കണ്ട് തിരിച്ചറിയാൻ പഠിച്ചു, ല എന്നുള്ള അക്ഷരം വരുന്ന വാക്കുകൾ പഠിച്ചു, ല എന്നുള്ള അക്ഷരം എഴുതാനും പഠിച്ചു. അപ്പൊ എല്ലാവരും നല്ല കുട്ടികളായിട്ട് ഇന്ന് പഠിച്ചതൊക്കെ അച്ഛനമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ല എന്നുള്ള അക്ഷരത്തിന്റെ വർക്ക്ഷീറ്റ് ചെയ്ത് നോക്കുക. ല എന്നുള്ള അക്ഷരത്തിന്റെ മാത്രമല്ല എല്ലാ സ്വരാക്ഷരങ്ങളുടെയും വ്യഞ്ജനാക്ഷരങ്ങളുടെയും വർക്ക്ഷീറ്റ് ട്വിനിറ്റോട്ടിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് അതൊക്കെ ചെയ്ത് നോക്കാം. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി മെയിലേക്ക് മെസ്സേജ് അയക്കുകയോ ചെയ്യാം. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.